തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ കാട്ടാക്കട സ്വദേശി സുമയ്യ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകണം എന്നതാണ് സുമയ്യയുടെ ആവശ്യം. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ വലിയ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് ഈ സുമയ്യയുടെ ഈ ഗൈഡ് വയർ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ സുമയ്യ തന്നെ പറയുന്നത് എന്തായാലും പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിരുന്നില്ല, തനിക്ക് നീതി വേണം, അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തീകരിച്ചില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണോ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ സുമയ്യ തയ്യാറാകുന്നത്? ലിജിൻ, ഏതായാലും ഈ സുമയ്യയുടെ വിഷയം ഏകദേശം 50 സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയറാണ് ഈ ചികിത്സാ പിഴവിനെ തുടർന്ന് സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. ഇത് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാനുള്ള ശ്രമമൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും അതൊന്നും തന്നെ സാധിച്ചില്ല. ഏകദേശം 2 തവണയാണ് ഡോക്ടർമാർ ഇത്തരത്തിൽ ഈ വയർ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷെ ആ 2 തവണയും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടം മുതൽ സുമയ്യയുടെയും ബന്ധുക്കളുടെയും ആവശ്യമെന്ന് പറയുന്നത് ഒന്നുകിൽ നഷ്ടപരിഹാരം നൽകുക, അല്ലെങ്കിൽ ഈ ഗൈഡ് വയർ ഈ നെഞ്ചിൽ നിന്നും പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ നഷ്ടപരിഹാരം വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന് ഉറപ്പിച്ചു പറഞ്ഞൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നിട്ടില്ല. ഈ നഷ്ടപരിഹാര തുക നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കും പിന്നീട് കടന്നില്ല എന്നുള്ളതാണ് സുമയ്യ നിലവിൽ ഉന്നയിക്കുന്ന ആരോപണം. ഇതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ സുമയ്യയും ബന്ധുക്കളും തീരുമാനിച്ചത്. ഇന്ന് ഏതായാലും ജില്ലാ സെഷൻസ് കോടതിയിലെത്തി കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് സുമയ്യ. 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ് ആവശ്യം. അതുപോലെ തന്നെ തനിക്ക് സർക്കാർ ജോലി നൽകണമെന്നും സുമയ്യ ആവശ്യപ്പെടുന്നുണ്ട്. 2023 സുമയ്യ തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങുന്നതും. അതിനുശേഷം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതൊക്കെ തന്നെ സുമയ്യ ആദ്യഘട്ടം മുതൽ സൂചിപ്പിച്ചിരുന്ന കാര്യവുമാണ്. പക്ഷേ ഈ ഗൈഡ് വയർ പുറത്തെടുക്കണമെന്ന ആവശ്യം സുമയ്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നെങ്കിലും ഇത്തരത്തിൽ ആ ഗൈഡ് വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നിലവിലും ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഗൈഡ് വയർ പുറത്തെടുക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഡോക്ടർമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നഷ്ടപരിഹാര തുക വേണമെന്നായിരുന്നു സുമയ്യ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതുവരെ അതിനുള്ള യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഏതായാലും നിയമ നടപടിക്ക് സുമയ്യ ഒരുങ്ങുന്നത്.